കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ അനധികൃത പോലീസ് പരിശോധനയെന്ന് പരാതി. തിരുവള്ളൂർ സിദ്ദിഖിന്റെ വീട്ടിലായിരുന്നു പരിശോധന. രാഷ്ട്രീയ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു നടപടി. പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീയുടെ മുറിയിൽ വരെയും പോലീസ് പരിശോധന നടത്തിയെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. വേണമെങ്കിൽ അടിവസ്ത്രം വരെയും തപ്പി നോക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് റെയ്ഡ് പാതി വഴിയിൽ നിർത്തുകയായിരുന്നു. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഈ ആളുകൾ ഇതിനകത്ത് കയറാൻ പാടില്ല. ഇവിടെ കുഞ്ഞിനെ പറ്റിയ അമ്മയുടെ മാനസികത പറ്റിയ ഞങ്ങൾ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീഷ്, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പോലീസിനെതിരെ ഉയർന്നത്. ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായി നടന്ന കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തുന്നു. അതും ഒരു പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയുടെ മുറിയിൽ വരെയും പരിശോധന നടത്തിയെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സംഭവത്തിന്റെ വസ്തുത എന്താണ്? വലിയ പ്രതിഷേധമായിരുന്നല്ലോ രാത്രിയിൽ ആ പോലീസും അതായത് യൂത്ത് കോൺഗ്രസും തമ്മിലൊരു നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് വരെയും കാര്യങ്ങൾ നീങ്ങിയ സാഹചര്യം ഉണ്ടായോ? ടോം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഈ ചാലിയങ്കടവ് ഭാഗത്ത് LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ചാലിയങ്കടവ് സ്വദേശിയായ സിദ്ദിഖ്. ഈ സിദ്ദിഖ് ഈ സംഭവത്തിന് ശേഷം മറ്റ് ചില പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇയാൾ ഒളിവിൽ കഴിയുകയാണ്. ഇയാൾ വീട്ടിലുണ്ട് എന്ന ചില വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്നലെ സ്ഥലത്തെത്തിയത്. പക്ഷേ രാത്രി ഏതാണ്ട് 11 അർദ്ധരാത്രി എന്ന് പറയാൻ കഴിയും. ആ സമയത്താണ് പോലീസ് ആ വീട്ടിലെത്തിയത്. ആ സംഘം എത്തുമ്പോൾ സ്ത്രീകൾ മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ വീടിനുള്ളിൽ കയറി തെരച്ചിൽ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് അവർ എത്തി.